ആരും നോക്കുന്നത്. അത് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നതാണ്. അപ്പം നമുക്ക് ഒരു 2 വർഷം കഴിഞ്ഞാൽ നമ്മുടെ മേത്തൊക്കെ ചൊറിച്ചിലുണ്ടാവും. അതേപോലെ തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ 2 സൈഡ് ഉണ്ടല്ലോ, ഈ സാധനം തേക്കുന്ന സൈഡ്, നമ്മുടെ കാലിൻ്റെ 2 സൈഡ് ഉണ്ടല്ലോ, ഈ കാലിൻ്റെ 2 സൈഡിൽ ഇറിറ്റേഷൻ വരും, അതായത് ഇൻഫെക്ഷൻ വരും തുർക്കിജാം കഴിച്ചു കഴിഞ്ഞാൽ. അതായത് ഫംഗസ്, ഇറിറ്റേഷൻ, അതായത് അണുക്കൾ, സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തുർക്കിജാം വളരെ ആരും ഉപയോഗിക്കാതിരിക്കുക. മൈൻഡ് യുവർ വേർഡ്സ്. അപ്പം ശ്രദ്ധിക്കുക, ആരും തുർക്കിജാം ഉപയോഗിക്കുകയും ചെയ്യരുത്. കാരണം നാളെ ഒരു ദിവസം നിങ്ങൾക്കത് ബാധകമായിട്ട് വരും. എന്തിനാണ്? ദൈവം തന്ന സാധനം ഉണ്ടല്ലോ, അത് പോകുമ്പോൾ പൊക്കോട്ടെ. അതും മതി ചേട്ടാ. നമ്മൾ ഈ കണ്ടിട്ടുണ്ട് ഞാൻ എന്നെ കണ്ടില്ലേ, ഞാൻ വണ്ണമുണ്ട്. ഞാനിപ്പോൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടി പല പല പൊടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിച്ചോ? ഇല്ല. അതൊക്കെ ചിലപ്പോൾ നമുക്ക് ഭാവിയിൽ ദോഷം ചെയ്യും. മനസ്സിലായോ? ഭാവിയിൽ നമുക്ക് ദോഷം ചെയ്യും. ഇതൊക്കെ സൈഡ് എഫക്റ്റും ഉണ്ടായിരിക്കും. വണ്ണം കുറയാനുള്ള മരുന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പം തുർക്കിജാം ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ലാസ്റ്റ് ഉണ്ടല്ലോ മാരക രോഗത്തിന് അടിമയായിട്ട് മാറും. അല്ല ക്യാൻസറോ വല്ലതൊക്കെ വരും. അതുകൊണ്ട് ദൈവം തന്ന വരദാനം, ദൈവം നമുക്കൊരു സാധനം തന്നിട്ടുണ്ട്. അത് വരുമ്പോൾ നിവരട്ടെ, പോകുമ്പോൾ പൊക്കോട്ടെ. അത് മതി. ഉള്ളതും കൊണ്ട് ഓണം പോലെ. അതിലെ വണ്ണം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. മനസ്സിലായോ? അത് മതി ചേട്ടാ. ഇപ്പം ഞാൻ ആ പൊടി കഴിക്കുന്നില്ല. എനിക്ക് വേണമെങ്കിൽ വണ്ണം കുറയ്ക്കാം, പക്ഷെ ഞാൻ വണ്ണം കുറയ്ക്കത്തില്ല. എനിക്ക് വണ്ണം ഇഷ്ടം, എനിക്ക് വണ്ണമാണ് എൻ്റെ ഭംഗി. അതുകൊണ്ട് ഞാൻ വണ്ണം കുറയ്ക്കണില്ല. പക്ഷേ ഭാവിയിൽ നമുക്ക് ഒരു ദോഷം വരാൻ പാടില്ല. മനസ്സിലായി? എൻ്റെ അഭിപ്രായത്തിൽ ആരും തുർക്കിജാം കഴിക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ തുർക്കിജാം ആരും കഴിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കഴിച്ചാൽ ഫംഗസ്, അണുബാധ, ഇൻഫെക്ഷൻ, പിന്നെന്ത് സംബന്ധം, സൈഡ് എഫക്റ്റ്, ചൊറിച്ചിൽ, ബ്ലഡ് കട്ടായി നിൽക്കുക, ബ്ലോക്ക് ആവുക നെഞ്ചിൽ, ഇതൊക്കെ വരും. ഒക്കെ ശ്രദ്ധിക്കുക. ചൊറിച്ചിൽ മുഖ്യം. താഴെ ഈ തുർക്കിജാം തേക്കുമ്പം സാധനത്തിൽ എന്തായാലും ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ? വെറുതെ ഉള്ളത് കളയാൻ നിൽക്കണ്ട. ഞാൻ പറയുകയാണെങ്കിൽ നിനക്ക് അവിടെ പോയിട്ടാണ്